ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് VHSC കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് VHSC കോഴ്സ്, HSCയും VHSCയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, VHSC കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, VHSC കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും VHSCയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഇതിനു മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 10th റിസൾട്ടിൻ്റെ അപ്ഡേറ്റും അതുപോലെ +1 അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോടെ കൊടുക്കുക. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താണ് VHSC? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, ജോലി സാധ്യതയുള്ള കോഴ്സുകളിലൂടെ പഠിക്കുന്നതാണ് VHSC എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ കുട്ടികളും 10th ക്ലാസ് കഴിയുമ്പോൾ HSC തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ +1 +2 തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഈ +1 +2 കോഴ്സുകളോടൊപ്പം ജോലി സാധ്യതയുള്ള കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് VHSC എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി ഇതിലേക്ക് പോകുന്ന കുട്ടി, അതായത് +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥി സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് VHSCയിലും സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ സബ്ജക്റ്റോട് ഉണ്ടാവും. അതായത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. വൊക്കേഷണൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അപ്പം ചിലർക്ക് ഇഷ്ടം മെക്കാനിക്കൽ ആയിരിക്കും, ചിലർക്ക് ഇഷ്ടം ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലർക്ക് ഇഷ്ടം അഗ്രികൾച്ചർ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ മേഖലയോട് ഇഷ്ടങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രേഡ് കൂടി നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതാണ് വൊക്കേഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ VHSC പഠിച്ച് പാസ്സായി ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ദേശീയ അംഗീകാരമുള്ള NSQF തൊഴിൽ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കും. അതായത് HSC സർട്ടിഫിക്കറ്റിനോടൊപ്പം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കും. സംസ്ഥാനത്ത് മൊത്തം 389 VHSC സ്കൂളുകളുണ്ട്. അതിൽ സ്പോർട്സ് സ്കൂളുകളിലെ ഫിറ്റ്നസ് ട്രെയിനർ ഒഴികെയുള്ള കോഴ്സുകൾക്ക് എല്ലാം ഏകജാലക സംവിധാനത്തിലൂടെ തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത്. നമ്മുടെ HSC അഡ്മിഷൻ നടക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ HSCയിൽ പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെയും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ ഗ്രൂപ്പുകൾ തന്നെയാണ്. നിങ്ങൾക്ക് HSCയിൽ ഉള്ളതുപോലെ തന്നെ 6 സബ്ജക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ 6 കോഴ്സിൽ ഒരു കോഴ്സ് ഒരു സ്കിൽ കോഴ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് ജോലി സാധ്യതയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇതിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനെ 4 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D. ഈ 4 ഗ്രൂപ്പിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ആണ് ഇംഗ്ലീഷും എന്റർപ്രനർഷിപ്പ് ഡെവലപ്മെന്റും. ഓക്കെ, ഇനി ഗ്രൂപ്പ് Aയിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ്, എന്റർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. 5 സബ്ജക്റ്റായി. ഇവിടെ മാത്സ് വിഷയമുള്ള സയൻസ് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് A എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം 5 സബ്ജക്ട്സ് ആയി. ഇനി വരുന്ന 6ാമത്തെയാണ് ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൽ കോഴ്സ്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് Aയിൽ ഏതൊക്കെ സ്കിൽ കോഴ്സുകൾ വരുന്നെന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ ടൈമിൻ്റെ ആ ഒരു പ്രോസ്പെക്ടസിൻ്റെ ലിങ്കാണത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഏതൊക്കെ സ്കിൽ കോഴ്സസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കിൽ കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, കാരണം ഈ സ്കിൽ കോഴ്സ് മൊത്തം നമ്മൾ പറയുവാണെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പം നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് Bയിലും. ഗ്രൂപ്പ് Bയിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഇംഗ്ലീഷും എന്റർപ്രനർഷിപ്പ് ഡെവലപ്മെന്റും, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് വരുന്നത്. നേരത്തെ നമ്മൾ മാത്സ് ആയിരുന്നു ഗ്രൂപ്പ് Aയിൽ കണ്ടത്. ഇവിടെ വരുന്ന ബയോളജിയാണ്. അതോടൊപ്പം ഒരു സ്കിൽ കോഴ്സ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്കിൽ കോഴ്സോടെ തിരഞ്ഞെടുക്കാം. ഇനി അടുത്തത് ഗ്രൂപ്പ് Cയിൽ വരുന്നത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ് വരുന്നത്. അതിൽ വരുന്ന സബ്ജക്ട്സ് ഇംഗ്ലീഷ്, എന്റർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്. ഇതോടൊപ്പം ഒരേ ഒരു സ്കിൽ കോഴ്സ് മാത്രമേ ഉള്ളൂ. ടൂർ ഗൈഡ് എന്ന് പറയുന്ന ഒരു സ്കിൽ കോഴ്സ് മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്നത്. ഇനിയും അടുത്ത ഗ്രൂപ്പ് D ആണ്. ഗ്രൂപ്പ് Dയിൽ വരുന്നത് കൊമേഴ്സ് ആണ്. അതിനകത്ത് വരുന്ന സബ്ജക്ട്സ് ഇംഗ്ലീഷ്, എന്റർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ്. അതോടൊപ്പം തന്നെ 5 സ്കിൽസ് കോഴ്സ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കിൽ കോഴ്സുകളുടെ എല്ലാം ലിസ്റ്റ് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ പോയി നോക്കുക. അപ്പോൾ സബ്ജക്ട്സിന്റെ കാര്യം എല്ലാവർക്കും
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് HSCയും VHSCയും തമ്മിലൊരു മെയിൻ ഡിഫറൻസ് ആണ്. അതായത് നമുക്കറിയാം HSCയിൽ ഒരു സയൻസ് ഗ്രൂപ്പിൽ 6 സബ്ജക്ട്സ് വരുന്നുണ്ട്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ്. അത് ഹിന്ദിയോ അല്ലെങ്കിൽ മലയാളമോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ബയോളജി സയൻസിൽ മാത്സ് കൂടി പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പം +2 കഴിഞ്ഞ് മെഡിക്കലിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ മാത്സിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിൽ കൂടിയും നിങ്ങൾ മാത്സ് +2 പഠിച്ചേ പറ്റുള്ളൂ. എന്നാൽ VHSC കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് മെഡിക്കലിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് B. ഓക്കെ, അപ്പം അവർക്ക് ആവശ്യമില്ലാതെ മാത്സ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം നേരെ തിരിച്ചിപ്പം എഞ്ചിനീയറിംഗിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ +1 +2 ആണെങ്കിൽ അവർ സയൻസിനോടൊപ്പം ബയോളജിയും കൂടെ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ ബയോളജി എഞ്ചിനീയറിംഗിന് ആവശ്യമില്ല. എന്നാൽ VHSCയിലാണെങ്കിൽ അവർക്ക് ഏത് തിരഞ്ഞെടുക്കാം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തിരഞ്ഞെടുക്കാം. അത് ഗ്രൂപ്പ് A നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഗ്രൂപ്പ് A അവർക്ക് തിരഞ്ഞെടുക്കാം. ഇതാണ് HSCയും VHSCയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അതല്ല, VHSCയിൽ ഇപ്പം ബയോളജി സയൻസ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സ് കൂടി ഒരു അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് മെഡിക്കലിനോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാമും എഴുതാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ VHSCയുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് എല്ലാ വൊക്കേഷണൽ സബ്ജക്ട്സിനും അല്ലെ നമ്മൾ പറഞ്ഞ ഒരു സ്കിൽ കോഴ്സിനും പ്രാക്ടിക്കൽ കൂടി ഉണ്ടാവും. ഇനി VHSCയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് 15 വയസ്സാണ്. മാക്സിമം 20 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC അതായത് കേരള സിലബസ്, CBSE, ICSE, THSLC തുടങ്ങിയ ഏതെങ്കിലും പരീക്ഷ പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നവർക്ക് ഈ പറയുന്ന പരീക്ഷകൾ പാസ്സായവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പം SSLC പാസ്സായവരാണെങ്കിൽ അവരുടെ മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് D+ ആണ്. അതായത് D+ വാങ്ങിയോ അല്ല അതിന് മുകളിലോട്ടുള്ള ഗ്രേഡ് വാങ്ങിയോ പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഇനി CBSE, ICSE പോലുള്ള പരീക്ഷകൾ പാസ്സായവർക്ക് അതായത് ബോർഡ് ഒരു മിനിമം സ്കോർ നിശ്ചയിച്ചിട്ടുണ്ടാവും. പാസ്സാകുന്നതിന് ഒരു മിനിമം സ്കോർ, ആ സ്കോർ നേടിയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി VHSC ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ ഇതിൻ്റെ പരീക്ഷ എഴുതാം. ഇനി VHSC കഴിഞ്ഞവർക്കും ഹയർ സ്റ്റഡീസിന് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സൂചിപ്പിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ ഒക്കെ കാര്യം. അപ്പം VHSC കോഴ്സ് പഠിച്ച് ഇറങ്ങിയവർക്കും മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഡിഗ്രി ഇങ്ങനെയുള്ള ഏത് കോഴ്സിന് വേണമെങ്കിലും പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ VHSC കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി എഞ്ചിനീയറിംഗിന് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഏതാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനോട് റിലേറ്റ് ചെയ്തൊരു സ്കിൽ കോഴ്സ് അല്ലെങ്കിൽ വൊക്കേഷണൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇനിയും HSC പോലെ തന്നെ സെയിം സിലബസ് ആണ്, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുപോലെ 1200 തന്നെയാണ് മാർക്ക് വരുന്നത്. 2 വർഷം കൂടി, ഒരു വർഷത്തിൽ 600 നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. എക്സാം നടക്കുന്ന ഒരേ സമയമാണ്, ഏകദേശം റിസൾട്ട് ഒരേ സമയത്ത് തന്നെയാണ് വരുന്നത്. സർട്ടിഫിക്കറ്റിനും ഒരേ വാല്യൂ തന്നെയാണ് വരുന്നത്. പിന്നെ അലോട്ട്മെന്റ് വൈസ് തന്നെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ട്രയൽ അലോട്ട്മെന്റ് കൂടാതെ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള 3 അലോട്ട്മെന്റ് ആണ് ഉള്ളത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതുകൂടാതെ പിന്നെയും സീറ്റ് അവൈലബിലിറ്റിയുടെ ഒക്കെ അനുസരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റ്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അഡ്മിഷൻ ടൈമിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം VHSCയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.